ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഞാലിപ്പൂവൻ കായ വറവാണ് ഉണ്ടാക്കുന്നത്. നല്ല മൂപ്പത്തിയ കായയാണിത്. ഇതിൻ്റെ തോലൊന്നും കളയുന്നില്ല. ഈ രീതിയിൽ മുറിക്കും. കായകൾ ഞാൻ ഈ രീതിയിൽ മുറിച്ചു. ഇതിന് കറ കുറച്ച് കൂടുതലുണ്ട്. നേന്ത്രക്കായാണെങ്കിൽ പുറഭാഗം കഴുകിയിട്ട് മുറിച്ച് വെച്ചാൽ കറിയൊന്നും ഉണ്ടാവില്ല. മൂത്ത നേന്ത്രക്കായക്ക് ഇതിന് കറിയുള്ളത് കൊണ്ട് ഞാൻ കഞ്ഞി വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊരു 5-6 വെള്ളം മാറ്റി കഴുകും. അങ്ങനെ കഴുകിക്കൊണ്ട് വരട്ടെ. കായ നന്നായി കഴുകി വൃത്തിയാക്കി ചട്ടിയിൽ ചേർത്ത് കൊടുത്തതിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നല്ല നാടൻ മഞ്ഞൾപ്പൊടി. 1 ഗ്ലാസ് വെള്ളം. കുക്കറിലാണെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം മതി. ഇനി വേവിക്കണം. ഉപ്പും മഞ്ഞളും 2 കണ്ട് കറിവേപ്പിലയും 1 പച്ചമുളകും ഇട്ട് കൊടുത്തു. സ്റ്റവ് കത്തിച്ച് അടുപ്പത്ത് വെച്ചു. ഇനി വേവിച്ചെടുക്കണം. കായ വെന്തോന്ന് നോക്കാം. ഞാൻ 2 പ്രാവശ്യം തുറന്ന് നോക്കി. വെന്തിട്ടുണ്ട് ആവശ്യത്തിന്. സ്റ്റവ് ഓഫ് ചെയ്യാം. വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചു. കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ. കായ്ക്കെല്ലാം നാടൻ കറികൾക്കെല്ലാം വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണം. കറിവേപ്പില ഞാനൊരു 11 കാന്താരി ചതക്കിയിട്ട് അതിൻ്റെ കൂടെ വെളുത്തുള്ളി 2-8 അല്ലി ചേർത്തിട്ടുണ്ട്. ചുവന്നുള്ളി 6-7 ചുവന്നുള്ളി. കാന്താരിൻ്റെയും വെളുത്തുള്ളിൻ്റെയും അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കെല്ലാം ചെയ്യും. എരിവ് വേണ്ടുന്നവർക്ക് കൂടുതൽ എരിവ് ചേർക്കാം. ഞാൻ മുളക് പൊടി ചേർത്തിട്ടേ ഇല്ല ഇതിൽ. ഉള്ളി ചുമന്ന് വരുന്നുണ്ട്. ഇനി 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ചെറിയ കുമൽ കിട്ടി. ആ കുമൽ കളയണ്ടായിട്ട് ഈ സമയത്ത് അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വലിയൊരു കുമൽ ഉണ്ടാവും. ഞാൻ കുറേ കരുതി നോക്കിയതും കാണുന്നില്ല. ചെറിയതാണ്. അതിന് പ്രത്യേകം ഒരു പാത്രത്തിൽ വെക്കാൻ മാത്രം ഇല്ലാത്തതുകൊണ്ട് കുമൽ ചേർക്കുന്നില്ലെങ്കിൽ കായ ഇട്ട് കൊടുക്കേണ്ട സമയമായി. വിളമ്പളപ്പാകുമാലിന് അത്രേ വേവുള്ളൂ. ഇനി നമുക്ക് കായ ചേർത്ത് കൊടുക്കാം. കായ ചേർത്ത് ഒരു 2 മിനിറ്റ് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുരുമുളക് പൊടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. ഞങ്ങളുടെ കായ വറവ് അഥവാ കായ ഉപ്പേരി ഇവിടെ റെഡിയായി. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ രീതിയിൽ പലയാളും പല രീതിയിലാണ് ഉണ്ടാക്കുക. ഞങ്ങൾ വട്ടത്തിൽ മുറിച്ചിട്ട് വട്ടം നന്നിട്ട് വെക്കും. ഈ രീതിയിൽ വെക്കും. പല രീതിയിലും വെക്കാറുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസെല്ലാം തരണം കേട്ടോ.